ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ബിഗ് ബോസിന്റെ ഒരു ചെറിയ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയുക കേട്ടോ. ഗബ്രിയുടെ കാര്യമാണ്. നമ്മുടെ അൻസിബ ഗബ്രിയെ നോമിനേറ്റ് ചെയ്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗബ്രി ഇത്രയും നാള് ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മാറി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നടന്നതായിരുന്നു. അപ്പം ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാൻ കിട്ടി. അങ്ങനെ അവസരം മുതലെടുത്തുകൊണ്ട് ആൾക്കാർ കുറച്ച് കണ്ടസ്റ്റൻസ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അൻസിബ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഗബ്രിയെ സംബന്ധിച്ച് കറക്റ്റാണ്. ഗബ്രി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു പ്രശ്നം അങ്ങ് സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. അതിനകത്ത് ജാസ്മിനെ ബലിയാടാക്കുന്നുണ്ട്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമല്ല, ജാസ്മിന്റെ ഒരു സ്വഭാവത്തിനെ മുതലെടുത്തുകൊണ്ടാണ് ഗബ്രി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഗബ്രി സത്യസന്ധമായ രീതിയിലാണെന്നാണ് ജാസ്മിന് തോന്നുന്നതെന്നാണ് നമ്മുടെ ഒരു തോന്നല്. പക്ഷേ ഗബ്രിയുടെ ചില നേരത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ജാസ്മിനായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, നിന്റെ മുഖം കാണാൻ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന കാണാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ മറ്റ് എന്താ പറയുക, ഫ്ലാറ്റാകുന്ന പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റായി വീഴും അവരുടെ അടുത്ത്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് പുള്ളിക്കാരൻ്റെ ക്ലാരിറ്റി എന്നാണല്ലേ പുള്ളിക്കാരൻ പറയുന്നത്. എന്ത് ക്ലാരിറ്റിയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗബ്രി അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുന്ന എല്ലാവരെയും, അതായത് പ്രത്യേകിച്ച് ജാസ്മിനെ ഇങ്ങനെ എന്താ പറയാ ഈ കുരുക്കി വെച്ചേക്കുവാണ് ഗബ്രിയിൽ നിന്ന് പോരാനും ഒഴിവായി മാറാനും പറ്റുന്നില്ല. വെളിയിലുള്ളത് ഏകദേശം അറിഞ്ഞു കഴിഞ്ഞു. ഇനി വെളിയിൽ പോയാൽ എന്താവും എന്നുള്ള ടെൻഷനുണ്ട്. പക്ഷേ ജാസ്മിൻ എന്ന ആ ഒരു കുട്ടി 23 വയസ്സം കണ്ടേ ഉള്ളൂ. ഒരു കുട്ടിക്ക് മെന്റൽ പവർ ശരിക്കും ഉള്ളത് കൊണ്ടാണ്. ഇന്നലെ രാത്രിയിലത്തെ ഒരു ലൈവിന്റെ കുറച്ച് കണ്ടായിരുന്നു. അതിൽ ആ കുട്ടിയുടെ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡൗണായി വല്ലാണ്ട് വിളിച്ചു ഓവി പോകുന്നുണ്ട്. ആ കുട്ടി അന്നേരം തന്നെ അവിടെ നിന്ന് മാറ്റുക എന്നതാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ മാറ്റിയാലേ കുറച്ച് രക്ഷപ്പെടുത്തുള്ളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വ്യത്യാസം തന്നെ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന ആള്. ചില നേരത്തെ ഇങ്ങനെയാണ്. ഇതിൽ അന്യൻ, അമ്പി, റെമോ എന്നുള്ള ഒരാൾ തന്നെ പല സ്വഭാവം കാണിക്കുന്നവരാണ് ജാസ്മിന്റെ കാര്യം. അപ്പം ജാസ്മിനെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അവസ്ഥയിലാക്കിയെടുത്തത് ഗബ്രിയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണിത്. ജാസ്മിൻ, ഗബ്രി എല്ലാവരും ഒത്തുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ജാസ്മിന് ഒരു എന്താ പറയുക, നിലവിലൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. കാരണം ഒരുപാട് നെഗറ്റീവ് വെളിയിൽ വന്നിട്ടുണ്ട്. അതിനെല്ലാം കാരണം ഈ ഗബ്രിയാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഗബ്രിക്ക് തുടക്കത്തിൽ ജാസ്മിൻ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ഗബ്രിക്ക് റിലേഷൻഷിപ്പിലോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്ത് നിർത്തേണ്ട ഒരു കാര്യം ഗബ്രിക്ക് ഉണ്ടായിരുന്നു. ഗബ്രി ജാസ്മിനെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ജാസ്മിൻ്റെ കൂടെ നിന്നാൽ എവിക്റ്റായി പോകത്തില്ല എന്നുള്ള ഒരു. അപ്പം ഗബ്രി അങ്ങനെ ഉടനെയൊന്നും പുറത്ത് പോകത്തില്ല. എന്തായാലും നോമിനേഷനിലെത്തി. അൻസിബ അതെല്ലാം കൂടെ വെച്ചാണ് നോമിനേറ്റ് ചെയ്തത്. നോമിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകുന്നു തോന്നുന്നില്ല. എങ്കിലും ഒരിച്ചിരി പേടിച്ചൊക്കെ കളിക്കുമല്ലോ ഇനി. മറ്റേത് ആരെയും പേടിയില്ല, ആരെയും എന്തും പറയാന്നുള്ള. എല്ലാവരും പറഞ്ഞ് ജിൻഡോയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷേ എല്ലാവരിലും ഉണ്ട് പ്രശ്നം. ഗബ്രിക്കാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടെന്ന്. ഗബ്രി ജാസ്മിനെ വെച്ച് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജിൻഡോയോടുള്ള ഒരു വൈരാഗ്യം ഗബ്രിക്ക് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആരെ വെച്ച് വേണമെങ്കിലും ജിൻഡോയെ പണിയാൻ വേണ്ടി ഗബ്രി ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി ഈ വീക്ക് ഇച്ചിരി പേടിച്ചായിരിക്കും ഗബ്രി മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഔട്ടാകാനൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരു പ്ലാൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അൻസിബയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അൻസിബയുടെ ആ ഒരു എന്താ പറയുക, എന്തിനു വേണ്ടിയാണ്, എന്താണ് ആ കാരണം, ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് അൻസിബ പറഞ്ഞിരുന്നല്ലോ, അല്ലെ ലൈവ് കണ്ടു കാണുമല്ലോ. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളതിന് നമുക്കൊരു കമൻറ്റ് നമുക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അൻസിബ പറഞ്ഞത് ശരിയാണെന്ന്. അൻസിബയെ ഇഷ്ടമാണെങ്കിൽ അത്. അതേപോലെ തന്നെ ജാസ്മിനാണോ അൻസിബയാണോ നല്ല പവറായിട്ടുള്ള ലേഡി, അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു ലേഡി ജാസ്മിനാണോ അതോ അൻസിബയാണോ? ജാസ്മിനും അൻസിബയും വെച്ച് നോക്കുമ്പോൾ ആരാണ് എന്നൊക്കെ നമുക്ക് കമന്റ് ബോക്സിൽ നമുക്ക് കൊടുക്കാം, കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം നമുക്ക് എന്തായാലും ലൈവ് കാണാം കേട്ടോ. അടുത്ത ലൈവുകൾ കാണാം. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പം ബൈ.